ഏതൊരമ്മയും മക്കളെ സ്നേഹിച്ചതിലും കൂടുതൽ നിന്നെ സ്നേഹിച്ചവളാണ് ദേവയാനി. അങ്ങനെയുള്ള അവൾക്ക് നീയും നിനക്ക് പിന്നാലെ മോളും പടിയിറങ്ങി പോയപ്പോ അത് മരിക്കുന്നതിന് തുല്യമായിരുന്നു. എന്നിട്ടും എന്റെ വാക്കുകൾ കേട്ട് നിന്റെ അച്ഛനെ വിട്ട് പോവാതിരുന്നത് അവളുടെ ധർമ്മം എന്താണെന്ന് അവൾ മനസ്സിലാക്കിയത് കൊണ്ടാ. അല്പനേരത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു സമയത്ത് നമ്മുടെ മുന്നിൽ തന്നെ കിടന്ന് വീണോടെയും. ആ പരമാർത്ഥം ഉള്ളിലുണ്ടെങ്കിൽ നേർവഴിക്കല്ലാതെ തെറ്റിലേക്ക് പോവില്ല. മുത്തശ്ശൻ എന്നെ വെറുതെ നടക്കുമ്പോഴേ എനിക്കറിയായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന്. എങ്കിലും അത് ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ഉറപ്പിച്ചല്ലോ. ഇനി നാളെ വീട്ടിലൊരു പൂജയുണ്ട്. ആ പൂജ കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മുഹൂർത്തത്തിൽ നിങ്ങൾ അവിടേക്ക് തിരിച്ചു വരണം. എന്നിട്ട് അടുത്തൊരു നല്ല മുഹൂർത്തത്തിൽ വീണ്ടും മൂർത്തീസ് ജ്വല്ലറിയുടെ MD കസേരയിൽ നീയിരിക്കണം. മുത്തശ്ശ, അതിൽ മാത്രം എനിക്ക് മുത്തച്ഛനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അനിയിപ്പം നല്ല രീതിയിൽ നമ്മുടെ ജ്വല്ലറി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്റെ അച്ഛനും ഇളയച്ചനും എനിക്ക് വേണ്ടി വഴിമാറിയതുപോലെ ഞാനും അവന് വേണ്ടി വഴിമാറാൻ തയ്യാറാ. എന്റെ എല്ലാ സഹായവും അവനുണ്ടാവും. പക്ഷേ MD ആയിട്ട് അവൻ തുടർന്നോട്ടെ മുത്തശ്ശ. അവൻ അതിനുള്ള പ്രാപ്തിയായില്ല. നീ എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് അനി. പക്ഷേ ഇളയമ്മയ്ക്ക് അനി തന്നെ MD കസേരയിൽ ഇരിക്കണമെന്ന ആഗ്രഹം. അവളുടെ ആഗ്രഹത്തിന് ആരാ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? എന്റെ തീരുമാനമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നവരെ നടപ്പിലാക്കേണ്ടത്. ഇവൻ തിരിച്ചു വന്നാൽ പിന്നെ അനി MD കസേരയിൽ ഇരിക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓഫീസിൽ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും ആ കസേരയെ തൊട്ട് വണങ്ങുമെന്ന്. അത് ഏട്ടനെ തൊട്ട് വണങ്ങുന്നതിന് തുല്യവാ. അങ്ങനെ ഒരു അനിയനെ കിട്ടിയതും മഹാഭാഗ്യമായി കരുതിയിട്ട് ആ കസേര ഇവൻ വീണ്ടും ഏറ്റെടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ഭാഗ്യമുണ്ട്. അവൻ ഇത്രയും ദിവസം ബിസിനസ്സുമായി ഓടി നടന്നുകൊണ്ട് ഇനി നിനക്ക് ധൈര്യമായിട്ട് അവനെ എന്തും ഏൽപ്പിക്കാം. എന്തായാലും ഇനി അനന്തപുരി തറവാട് നമ്മുടെ ജ്വല്ലറി നയിക്കാൻ പോകുന്നത് നീയും മോളും തന്നെയാ. അപ്പൊ വീട്ടിൽ വസന്തരയല്ലാതെ മറ്റാർക്കും ഇതറിയില്ല. നാളത്തോടെ എല്ലാവരും എല്ലാം അറിഞ്ഞോട്ടെ. നിങ്ങൾ വീട് വിട്ടുപോയത് ആഘോഷമാക്കിയ ചിലരുണ്ടവിടെ. നിങ്ങൾ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന അഭിയും ജലജയും നവിയും ഒക്കെ. അവരെല്ലാരും കാണട്ടെ മോളുടെ കൈയും പിടിച്ച് നീ വീണ്ടും അവിടേക്ക് വരുന്നത്. ഈ മിടുക്കി അതിനിടയ്ക്ക് എന്നെ കൈയോടെ പിടിച്ചു കളഞ്ഞു. അതിന്റെ പിന്നാലെ നിന്റെ അനിയനും. അപ്പൊ നാളെ കാണാം. എന്തൊക്കെ കോളിളക്കങ്ങൾ ഉണ്ടായാലും പ്രളയങ്ങൾ ഉണ്ടായാലും രണ്ടാളും ഇങ്ങനെ ചേർന്ന് നിൽക്കണം. അതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഏറ്റവും വലിയ സന്തോഷം.